KC's വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ധാരാളം വെറൈറ്റി ആടുകളുള്ള അതിമനോഹരമായ ഒരു ആട് ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊല്ലം കണ്ണനല്ലൂർ മുട്ടക്കാവിലുള്ള ഈ അതിവിശാലമായ ഗോഡ് ഫാമിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എത്ര വർഷമായിട്ട് ഫാം ഇതിപ്പോ ഒരു വർഷമായി. ഇതിന് മുന്നേ ഫാം ചെയ്ത്? ഇതിന് മുന്നേ ഫാം ചെയ്തിട്ടില്ല, വീട്ടിലൊക്കെ പരിചയമുണ്ട്. അപ്പോഴേ സാറേ, പിന്നെ ഇത് ഏതൊക്കെ ഇനത്തിലുള്ള ആടുകൾ ഇവിടെ ഉണ്ട്? ഇതിപ്പോ പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മളെ ഫാമിലേക്ക് വന്നതാണ്. നമ്മൾ രാജസ്ഥാനിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പല ഇനത്തിൽപ്പെട്ട ആടുകളുണ്ട്. ഹുജിരി, സിരോയി, പെറുപ്പശ്ശേരി, തോത്താപൂരി, യമുനാപാരി, അങ്ങനെ തുടങ്ങി പല ഇനത്തിൽപ്പെട്ട ആടുകളുണ്ട്. അപ്പൊ ഇതില് സാറേ, ഈ വളർത്താനുള്ള ആടുകളും അതുപോലെ തന്നെ മീറ്റ് പർപ്പസിനുള്ള ആടുകളും ഉണ്ടല്ലോ? ആ, ഉണ്ട്. രണ്ടിനും ആളുകൾ വരുന്നുണ്ടല്ലോ? രണ്ടിനും വരുന്നുണ്ട്. വളർത്താനുള്ള ആടുകളുടെ കൂടുതലും പിന്നെ സിരോയും യമുനാപാരിയൊക്കെയാണ് ആൾക്കാർ വാങ്ങുന്നത്. അപ്പോഴേ സാറേ, നമ്മൾ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ആടിനെ കൊണ്ടുവരുന്നു. ഈ ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുവരുന്നത്? ക്വാറന്റൈൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പിന്നെ ഈ വളർത്താൻ കൊടുക്കുന്നതിന് വാക്സിൻ എടുക്കും. പിന്നെ എടുക്കാൻ പറ്റാത്തതിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു വിടും അവർ വാക്സിൻ എടുക്കണമെന്ന്. പിന്നെ ഇറച്ചിയാടുകൾക്ക് സാധാരണ എടുക്കാറില്ല, അത് അവർ കൊണ്ടുപോയി കട്ട് ചെയ്യും. ഓക്കെ സാർ. സാറേ, നമ്മൾ അവിടുന്ന് ആടുകളെ കൊണ്ടുവരുന്നു, ഇവിടുന്ന് വളർത്താൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ വളർത്താൻ കൊണ്ടുപോകുന്ന ആടുകളുടെ തീറ്റ ചെലവ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം? തീറ്റ ചെലവ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും പുല്ലാണ് കഴിക്കുന്നത്. പുല്ലും വെള്ളവുമാണ് ഇതിന്റെ മെയിനായിട്ടുള്ള ആഹാരം. പിന്നെ നമ്മൾ ഈ പച്ച ഇലവർഗ്ഗങ്ങൾ വലുതായിട്ട് ഒരു 2 ആഴ്ച കൊടുക്കരുത്. കുറച്ച് ഉണക്കിയതിന് ശേഷം കൊടുക്കാവൂ. പെട്ടെന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ആഹാരം മാറുമ്പോഴത്തേക്ക് ഇതിന് വയറ്റിന് പിടിക്കത്തില്ല. അപ്പോഴേ ഇളക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. 2 ആഴ്ച കാലം വളരെ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ സാർ. സാർ, നമ്മൾ ഈ വളർത്താടുകളെ കൊണ്ടുപോയിട്ട് അവർ ആട്ടിൻ്റെ കൂട് പണിയുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത്? കൂട് പണിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് വായു സഞ്ചാരമുള്ള രീതിയിലായിരിക്കണം കൂട് പണിയേണ്ടത്. നമ്മൾ ഒരു അടച്ച് വെക്കുന്ന രീതിയിൽ പണിയാൻ പാടില്ല. കാരണം വായു സഞ്ചാരം ഇല്ലെങ്കിൽ ഇതിന് പെട്ടെന്ന് ഈ പനിയും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വായു സഞ്ചാരം ഉള്ളതാണ് നല്ലത്, ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ആട്ടിൻകൂടിൻ്റെ തറ എങ്ങനെ ആയിരിക്കണം? തറയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂത്രം പുറത്തു പോകത്തക്ക രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ സാറേ, ഒരു ഗോഡ് ഫാം തുടങ്ങുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഗോഡ് ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആള് എന്തിനും തയ്യാറായ ഒരാളായിരിക്കണം. കാരണം താല്പര്യം ഉണ്ടാവണം. അപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത് മൃഗാശുപത്രി അതുപോലെ ഏതെങ്കിലും ഡോക്ടറെ പരിചയത്തിൽ വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം വിളിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കാരണം നമ്മളെ മനുഷ്യരാണെങ്കിൽ അത് എപ്പോഴും പെട്ടെന്ന് അസുഖം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അസുഖങ്ങൾ വന്നാൽ ഉടനെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തയ്യാറെടുപ്പ് ഈ കർഷകന് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രാ സൗകര്യം ഉള്ളിടം, അതായത് യാത്രാ സൗകര്യം ഉള്ളിടത്താണ് ഈ ഫാം ഉണ്ടാവേണ്ടത്. കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതുപോലെ തന്നെ വന്ന് മേടിക്കുന്നവർ കൊണ്ടുപോകാനും ഉള്ള ഒരു സൗകര്യം, റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം. അത് ഏറ്റവും നല്ലതാണ്. ഈ ഗോഡ് ഫാം ഇത്രയും നാൾ തുടങ്ങിയിട്ടേട്ടാ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായില്ല? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊണ്ടുവന്ന് വാക്സിൻ എടുത്ത് കൊടുക്കും. പിന്നെ പറ്റാത്തതിന് പെട്ടെന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനകത്ത് വാക്സിൻ എടുക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ 8ാമത്തെ ലോഡാണിത്. നമുക്കിതിന്റെ സെയില് ചേട്ടാ, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടല്ലോ? രണ്ടും ഉണ്ട്. ഇത് ഒരു ലോഡ് വന്നാൽ എപ്പോ ഇത് തീരും? ഒരു ലോഡ് വന്നാൽ മാക്സിമം ഒരു 12 ദിവസത്തിനുള്ളിൽ തീരും. അടുത്ത ലോഡ് നമുക്ക് എടുക്കാം.
ചേട്ടാ ഇതിന്റെ സെയിൽ എങ്ങനെ മതിച്ചാണോ അതോ കിലോ? അല്ല, കിലോയാണ്. അതായത് 450 മുതൽ 500 വരെ ഓരോ കിലോ, അതായത് ലൈവ് തൂക്കമാണ്. ലൈവ് തൂക്കം. അപ്പൊ നമ്മുടെ വളർത്താടിനും ഇത് തന്നെ എല്ലാം അതേ റേറ്റ് തന്നെ. റേറ്റ്. അപ്പോഴേ ചേട്ടാ ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് കച്ചവടം ഉണ്ടല്ലോ? ഉണ്ട്. ഇത് ഇവിടുന്ന് വളർത്താൻ കൊണ്ടുപോകുന്നവരെ നമ്മളെ വിളിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? ആ ചേട്ടാ സംശയം ചോദിക്കാറുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫോളോ അപ്പ് ഉണ്ട്. ചേട്ടാ ഇവിടെ ധാരാളം ചെമ്മരിയാടുകളൊക്കെ ഉണ്ട്. ഇതിന് സാധാരണ മറ്റു വില തന്നെയാണോ ചെമ്മരിയാട്? ചെമ്മരിയാടിന് അതേ വില തന്നെയാണ്. പിന്നെ ചെമ്മരിയാട് നമ്മൾ ആൾക്കാർ പറയുന്നതനുസരിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓർഡർ അനുസരിച്ച് കൊണ്ടുവരുന്ന സാധനമാണ്. അതിപ്പം ഒന്ന് തന്നെ അത് പോകും, ഇന്ന് തന്നെ പോകും. നമുക്ക് ആൾറെഡി കിട്ടിയ ഓർഡറാണ്. അപ്പോൾ ഇത് ഇന്ന് വന്ന ലോഡാണോ ചേട്ടാ? ഇന്ന് വന്ന ലോഡാണ്. അപ്പോൾ നമ്മളെ പിന്നെ കൊല്ലം മുട്ടയ്ക്കാവ് ബിസ്മി ഫാമിൽ ഇന്ന് എത്തിയ ലോഡാണിത്. അപ്പോൾ മുന്നേ ലോഡുകൾ വന്ന് പരസ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നോട്ട് ഇത് സെയിൽ തുടങ്ങും. നമ്മൾ പിന്നെ വളർത്താൻ ആവശ്യത്തിനും അതുപോലെ തന്നെ മീറ്റിൻ്റെ ആവശ്യത്തിനുമായിട്ടുള്ള ലോഡുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏതിനത്തിൽപ്പെട്ട ആട് വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി സൗകര്യമുണ്ട്. നമ്മൾ എവിടാന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കും, പക്ഷേ വണ്ടിയുടെ കൂലി കൊടുക്കേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ്റെ കൂലി കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മീറ്റിന് ആവശ്യത്തിന് ഒരാൾ വന്നിപ്പോൾ ഒരാടിനെ അറുത്ത് തരണമെന്ന് പറഞ്ഞാൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. അറുത്ത് വെട്ടിക്കൊടുക്കും, അതിനുള്ള പൈസ കൊടുത്താൽ മതി. അതിനുള്ള സൗകര്യം ഫാമിലുണ്ട്. അതായത് ഒരാൾക്ക് മീറ്റായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനും വേണ്ടി, അതുപോലെ തന്നെ വേറെങ്കിലും പെൻഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളിവിടെ തന്നെ വെട്ടിക്കൊടുക്കുന്ന സൗകര്യമുണ്ട്. അല്ല, കല്യാണ ആവശ്യത്തിന് നമ്മൾ ഇവിടെ തന്നെ അത് ഓർഡർ അനുസരിച്ച് വെട്ടി കൊടുക്കും. അതല്ല അവർക്ക് ആടിന് വേണമെങ്കിൽ അത് അങ്ങനെ കൊടുത്താൽ അവരിവിടെ കൊണ്ടുപോയി വെട്ടാം. ഏത് രീതിയിൽ വേണമെങ്കിലും സ്വീകരിക്കാം. വളർത്താനുള്ളതും അപ്പം മീറ്റ് പർപ്പസിനും ഉള്ളത് യഥേഷ്ടം അവർക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ. അപ്പോൾ ചേട്ടാ, ആട് വളർത്തലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ച ചേട്ടനോട് വളരെയധികം സ്നേഹം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് പല സ്ഥലത്തിൽ നിന്നും ഈ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്, അതായത് അവിടെ ചെന്നാൽ 250 അല്ലെങ്കിൽ 220 കിലോയ്ക്ക് തൂക്കി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർഷകരുടെ അടുത്ത് നമ്മൾ പറയുകയാണ്, അതിലെങ്ങ് ചെന്ന് ചാടാൻ പാടില്ല. ചാടിക്കഴിഞ്ഞാൽ അബദ്ധത്തിൽ പെട്ടുപോകും, പൈസയും പോകും. അങ്ങനെ ഒരുപാട് പേരെ പൈസ പോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇതൊരു പുതിയ അറിവാണ് ചേട്ടാ. ഇത് പങ്കുവെച്ചതിന് വളരെ നന്ദി. നമ്മൾ ആരും ചെന്ന് അതിനകത്ത് പിന്നെ പെടാൻ പാടില്ലല്ലോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തത്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല പൈസ.